ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പഠിക്കേണ്ടത് തീം 7 പ്രമേയം 7 മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് തീം 6 3 ഓർഡേഴ്സ്, 3 പാരമ്പര്യങ്ങൾ അത് പഠിക്കണം. അതിലെ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ് പ്രാധാന്യത്തോടുകൂടി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എല്ലാ പാഠത്തിലെയും പോലെ നമ്മളതൊന്ന് പറഞ്ഞതിന് ശേഷം 7-ാമത്തെ അധ്യായത്തിലോട്ട് കടക്കുന്നു. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞതിന് ശേഷം, ഒന്നാമതായിട്ട് medieval European society was divided into 3 orders. What are they? Explain their features. മധ്യകാല യൂറോപ്യൻ സമൂഹം 3 ക്രമങ്ങളാൽ തിരിക്കപ്പെട്ടിരുന്നു. ഏതൊക്കെയാണവ? എന്തൊക്കെയാണ് അവയുടെ സവിശേഷതകൾ? ഇതൊരു എസ്സേ ആയിട്ടാണെങ്കിൽ ഇത് 3 കൂടി ചേർത്ത് നമുക്ക് 2 പേജ് എഴുതാൻ വളരെ എളുപ്പമാണ്. ഇൻട്രൊഡക്ഷൻ എഴുതി 3 ഫീച്ചേഴ്സ്, ക്ലർജി ഒരു ഹെഡിങ് കൊടുത്ത്, നൊബിലിറ്റി ഒരു ഹെഡിങ് കൊടുത്ത്, പെസൻട്രി ഒരു ഹെഡിങ് കൊടുത്ത്, അവസാനം ഒരു കൺക്ലൂഷൻ കൊടുത്ത് നമുക്ക് അങ്ങനെ എഴുതിപ്പാം. ഒന്നാമത് തന്നെ പുസ്തകത്തിൽ ഏതാണ്ട് മിക്ക ഭാഗങ്ങളിൽ ചേരുന്ന ഒരു ചോദ്യം. അടുത്തത്, ദ ക്രൈസിസ് ഓഫ് ദ 14th century ക്രിയേറ്റഡ് സോഷ്യൽ അൺട്രസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ യൂറോപ്പ്. 14ാം നൂറ്റാണ്ടിലെ ക്രൈസിസ്, 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചാണ് ക്ലൈമാറ്റിക് ചേഞ്ചസ്, കാലാവസ്ഥാ മാറ്റങ്ങൾ, പിന്നെ ഡിക്ലൈൻ ഇൻ ട്രേഡ്, കച്ചവടത്തിലെ തകർച്ച, പിന്നെ പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ അതിനെ വെച്ച് അത് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മനോറിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ക്ലർജിയുടെ കയ്യിലുണ്ടായിരുന്ന മനോറിയൽ എസ്റ്റേറ്റ്, ആ പ്രഭുവിൻ്റെ വലിയ വീടും എസ്റ്റേറ്റും അവിടെ ചേരുന്ന ആ സ്ഥലത്തിൻ്റെ സവിശേഷത അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. ഫ്യൂഡലിസം വാസ് ദ ബാക്ക് ബോൺ ഓഫ് മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റി, എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഫ്യൂഡലിസത്തിനെ പറ്റി ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൻ്റെ ബാക്ക് ബോൺ തന്നെയാണ്, നട്ടെല്ല് തന്നെ ആയിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്ന സമ്പ്രദായം. അതിനെപ്പറ്റി വിവരിക്കുകയാണ്. ഫ്യൂഡലിസത്തിനെ പറ്റി പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എ 4th ഓർഡർ, ഒരു 4ാം ക്രമം. ചെറിയ മാർക്കിനായാലും ചോദിച്ചിട്ടുള്ളതാണ്. ടൗണുകളെ ഒരു 4ാം ക്രമം എന്ന് പരിഗണിക്കാമോ? അന്ന് വലിയ നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങളൊക്കെ ഉയർന്നു വന്നു. ആ പട്ടണങ്ങളെ 4ാം ക്രമം എന്ന് പരിഗണിക്കാമോ എന്നുള്ളത് പറഞ്ഞതാണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ കത്തീഡ്രൽ ടൗൺസ്. കത്തീഡ്രൽ ടൗൺസ്, ഭദ്രാസനപ്പള്ളി നഗരങ്ങളെ പറ്റി. അപ്പോൾ ചെറിയ പള്ളികൾ വലിയ പള്ളികളാകുന്നു, അതിനു ചുറ്റും പട്ടണങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ അവയെപ്പറ്റി വിവരിക്കാൻ. നെക്സ്റ്റ്, മൊണാസ്റ്ററീസ് ഗേവ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലേണിംഗ് എക്സെട്ര. അപ്പം പഠനത്തിനും കലകൾക്കുമൊക്കെ മൊണാസ്റ്ററികൾ വലിയ സംഭാവനകൾ നൽകിയാണ്. മൊണാസ്റ്ററികൾ, സന്യാസാശ്രമങ്ങൾ പഠനത്തിനും കലയ്ക്കുമൊക്കെ സംഭാവന നൽകി. അവ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടി നന്നായി പഠിച്ചെങ്കിലേ മനസ്സിലിരിക്കൂ എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ ലൈഫ് ഇൻ എ ഫ്യൂഡൽ മാനർ ഇൻ യൂറോപ്പ്. ഫ്യൂഡൽ മാനറിലെ, അതൊരാവർത്തനമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ഫ്യൂഡൽ മാനറിലെ ജനജീവിതത്തിനെ പറ്റി നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെ എഴുതിയാൽ മതിയാവും. ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓഫ് പെസൻസ് ഇൻ ദ 3rd ഓർഡർ. 3rd ഓർഡറിലെ കർഷകൻ്റെ ജീവിതത്തിനെ പറ്റി അങ്ങനെ അധികമായി ചോദിച്ചു കണ്ടിട്ടില്ല, പൊതുവിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. എങ്കിലും കർഷകൻ്റെ ജീവിതത്തെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാം, അത് എഴുതിയാൽ മതിയാകും. ശരി, ഇനി നമുക്ക് തീം 7 കിടക്കാം, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്. അപ്പോൾ ദ റിനൈസൻസ് എന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലോ 9-ലോ 10-ലോ വേണം നിങ്ങൾ റിനൈസൻസ്, നവോത്ഥാനം എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. നവോത്ഥാനം, റീബർത്ത് ഓഫ് ക്ലാസിക്കൽ ലേണിംഗ്. ക്ലാസിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ഗ്രീക്കോ റോമൻ കൾച്ചറാണ്. അതിൻ്റെ റീബർത്ത്, റിസറക്ഷൻ എന്നൊക്കെ ജീസസിൻ്റെയൊക്കെ വാക്കുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലയോ? ഉയർത്തെഴുന്നേൽപ്പ്, പുനർജനനം, അങ്ങനെയൊക്കെ. ഇതൊരു കൾച്ചറിൻ്റെ പുനർത്തെഴുന്നേൽപ്പ്, പഴയ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ അതിൻ്റെ ഉറവിടങ്ങളെ പറ്റിയാണ് നമ്മൾ ഒന്നാമത് പറയാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ്ങിൽ ഉറവിടങ്ങളെന്നില്ലെങ്കിലും ഉറവിടങ്ങളെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത്.
അപ്പോൾ ഹെഡിങ്ങിൽ കിടക്കുന്ന വാട്ട് ഈസ് റിനൈസൻസ്, ഞാൻ പറയുന്നത് സോഴ്സസ്. അപ്പോൾ രണ്ടാണെന്ന് ധരിക്കേണ്ട. ആ സോഴ്സസിനകത്ത് അധികവും റിനൈസാൻസ് എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയതും തയ്യാറാക്കിയതുമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സോഴ്സസിനകത്ത് ദെയർ ഈസ് abundance of social materials, abundance of source material on European history from the 14th century. 14ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തിനെക്കുറിച്ച് ധാരാളം ഉറവിടങ്ങൾ ഹിസ്റ്റോറിയൻസിൻ്റെ കയ്യിൽ ഉണ്ട്. ദേ ഇൻക്ലൂഡ് ഡോക്യുമെൻറ്റ്സ്, പ്രമാണങ്ങൾ, പ്രിൻ്റഡ് ബുക്സ്, അച്ചടിച്ച പുസ്തകങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ചിത്രങ്ങൾ, സ്കൾപ്ചേഴ്സ്, കൊത്തുപണികളൊക്കെ, പിന്നെ ടെക്സ്റ്റൈൽസ് എക്സെട്ര. അപ്പോൾ ഒരുപാട് ഉറവിടങ്ങളുണ്ട്. അപ്പോൾ വളരെ പഴയ കാലത്ത് നമുക്ക് ഉറവിടങ്ങൾക്കായിരുന്നു ക്ഷാമം. ഇപ്പോഴാണ് ഉറവിടങ്ങൾ ആവശ്യം പോലെ. ഫ്രം ദ 19th century ഹിസ്റ്റോറിയൻസ് യൂസ്ഡ് ദ ടേം റിനൈസൻസ്. 19ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ പഴയ കാലത്തിലേക്കുറിച്ചുള്ള കുറച്ച് നൂറ്റാണ്ടുകൾ തന്നെ വ്യത്യാസം പറഞ്ഞ ആ ഒരു കാലത്തിന് റിനൈസൻസ് എന്നുള്ള പേരെ കൊടുത്ത് ഉപയോഗിച്ച് വരുന്നത്. ലിറ്ററലി റീബർത്ത് ടു ഡിസ്ക്രൈബ് ദ കൾച്ചറൽ ചേഞ്ചസ് ഓഫ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൻ്റെ 14ാം നൂറ്റാണ്ട് തൊട്ട് 17ാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിനെ റിനൈസൻസ് എന്ന് വിളിച്ച് ആ കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ദീസ് കൾച്ചറൽ ചേഞ്ചസ് ഓർ റിനൈസൻസ് വാസ് മോസ്റ്റ് എംഫസൈസ്ഡ് ബൈ ജേക്കബ് ബെർഹാർഡ്. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ആ പാഠത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ജേക്കബ് ബെർഹാർഡിൻ്റെ ഒരു പടം കാണാം. അർണോൾഡ് വൺ റാങ്കെ എന്ന് പറയുന്ന ഫേമസ് ഹിസ്റ്റോറിയൻ്റെ ശിഷ്യനാണ്. നമുക്കത് പരാമർശമുണ്ട്. അർണോൾഡ് വൺ റാങ്കെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാത്രമാണ്, പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് ഹിസ്റ്ററി എഴുതണമെന്ന് മാത്രം പഠിപ്പിച്ച് വളർത്തിയപ്പം ഇദ്ദേഹം അത് മാറ്റി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ചേഞ്ചസ് കൂടി ആവാം എന്നുള്ള രീതിയിൽ ഹിസ്റ്ററിക്ക് കുറേ ബ്രോഡായിട്ടുള്ള ഒരു കുറച്ച് മാനങ്ങൾ നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ഈ ബെർഹാർഡ് ഇൻ 1860 he wrote a book called The Civilizations of the Renaissance in Italy. ഇറ്റലിയിലെ നവോത്ഥാനത്തിനെ പറ്റി ഇദ്ദേഹം 1860 ഒരു പുസ്തകം എഴുതി. ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ദ സിവിലൈസേഷൻ ഓഫ് ദ റിനൈസൻസ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ നവോത്ഥാനം എന്ന നാഗരികത. സിവിലൈസേഷൻ, കൾച്ചറും ഒക്കെ നമുക്കിനിപ്പം മുമ്പോട്ട് പോകുന്ന സമയത്ത് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പുസ്തകം അദ്ദേഹം എഴുതി. നെക്സ്റ്റ് നമ്മൾ സ്ക്രീനിൽ ജേക്കബ് ബെർഹാർഡിനെ പറ്റി കൂടുതലായി വിവരങ്ങളുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇന്ന് കവിഞ്ഞ് ജേക്കബ് ബെർഹാർഡിനെ പറ്റി ഒരു ചോദ്യവും ഒന്നും നമുക്ക് എക്സാമിനായിട്ട് ചോദിക്കാത്തതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. സ്ക്രീനിലാണെങ്കിൽ ബ്രോഡായിട്ട് അറിയേണ്ടവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട്. ശരി, ദ റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുത്ഥാനം, റിവൈവൽ. After the fall of Western Roman Empire, many towns of Italy fell into ruin. പാശ്ചാത്യ റോമൻ എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഒരുപാട് യൂറോപ്യൻ നഗരങ്ങൾ തകർന്നടിഞ്ഞു. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും ഒരുപാട് നഗരങ്ങളൊക്കെ വരുന്നതും ഇവയൊക്കെ തകരുന്നു. അതിൻ്റെ കൂടെ പല നഗരങ്ങളും ഒപ്പം തകരിയടിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ പിന്നീട് ഈ വെസ്റ്റേൺ റോമൻ എംപയർ ലാറ്റിൻ ചർച്ചിൻ്റെ കീഴിലും ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസൻ്റൈൻ എംപയറിൻ്റെ കീഴിലും, അപ്പോൾ അതിനധികം അകലെയല്ലാതെ കുറേ ഏരിയകൾ ഇസ്ലാമിന് കീഴിലും ഒക്കെ ഏകീകരിക്കപ്പെട്ട് തമ്മിൽ കച്ചവട ബന്ധങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ദ ബൈസാൻറ്റൈൻ എംപയർ ആൻഡ് ദ ഇസ്ലാമിക് കൺട്രീസ്, ദ ഇറ്റാലിയൻ പോർട്സ് വെയർ റിവൈവ്ഡ്. അപ്പോൾ ഈ വളർന്നു വന്ന ബൈസാൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെയും ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെയും കച്ചവട ബന്ധങ്ങൾക്കുള്ള ഇടനിലയായിട്ട് അവയ്ക്ക് ഉതകുന്ന പോർട്ടുകൾ ഇറ്റലിയിൽ വളർന്നു വരാൻ തുടങ്ങി. ഇറ്റാലിയൻ നഗരങ്ങളിൽ വമ്പൻ പോർട്ടുകൾ, വലിയ തുറമുഖങ്ങളുണ്ടാവാൻ തുടങ്ങി. ദ ഇറ്റാലിയൻസ് ആർ ദംസെൽവ്സ് നോട്ട് ആസ് പാർട്ട് ഓഫ് പവർഫുൾ എംപയർ. ഇറ്റലിക്കാർ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തങ്ങളെന്നൊന്നും അവർ ചിന്തിച്ചില്ല. ബട്ട് ആസ് ഇൻഡിപെൻഡൻറ്റ് സിറ്റി സ്റ്റേറ്റ്സ്, സ്വതന്ത്ര നഗര രാഷ്ട്രങ്ങളായിട്ടാണ് ഇറ്റലിക്കാർ അവരുടെ ആ പ്രദേശത്തെ, അവരുടെ സ്ഥലത്തെ അവർ കണ്ടത്.
2 of these, ഫ്ലോറൻസ് ആൻഡ് വെനീസ്, വേർ റിപ്പബ്ലിക്സ്. അവയിൽ 2 പേരാണ് ഫ്ലോറൻസ്, വെനീസ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് കേട്ടിട്ടില്ല. ഇവയൊക്കെ റിപ്പബ്ലിക്കുകളായിരുന്നു. റിപ്പബ്ലിക്, ഇന്ത്യ ഒരു റിപ്പബ്ലിക് അല്ലേ? അതിന് ഒരുപാട് അർത്ഥമുണ്ട്. എങ്കിലും ചെറിയ അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റുള്ള രാജ്യത്തിന് ഒരു റിപ്പബ്ലിക് എന്ന് പറയാം. എങ്കിലും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. ദെയർ വർ 2 വൈബ്രൻറ്റ് സിറ്റീസ്. 2 പ്രധാന സിറ്റികളുടെ പേരിലൂടെ പറയാം. വെനീസ് ആൻഡ് ജനോവ. വെനീസും ജനോവയും. റിച്ച് മർച്ചൻസ് ആൻഡ് ബാങ്കേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഗവേണിംഗ് ദ സിറ്റി. അതുവരെ ഈ സിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ചർച്ചിൻ്റെയും പോപ്പിൻ്റെയും മതപരമായ അധികാരത്തിന് കീഴിലല്ലേ. ഇവിടെ ആണെങ്കിൽ വലിയ സമ്പന്നരായ കർഷകർ, കച്ചവടക്കാരും ബാങ്കർമാരും ഒക്കെ ഈ സിറ്റി ഭരണത്തിൽ ശരിക്കും ഇടപെട്ട് തുടങ്ങി. ദിസ് ഹെൽപ്ഡ് ദ ഐഡിയ ഓഫ് സിറ്റിസൺഷിപ്പ് ടു ഗ്രോ. അതുവരെ എല്ലാം ദൈവത്തിനാൽ, പള്ളിയാൽ, മതത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള തോന്നലിൽ നിന്ന് മാറിയിട്ട് ശരിക്കും ഇതെല്ലാം വ്യക്തിഗതങ്ങളാണ്. ആ പൗരത്വം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ശക്തമായിട്ട് വളർന്നു വരാൻ തുടങ്ങുന്നു. പൗരത്വം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. അടുത്തായിട്ട് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലോട്ട് കിടക്കുകയാണ്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസം, സർവകലാശാലകളും മാനവികതയും. നമ്മളിപ്പോൾ പഠിച്ചത് റിനൈസൻസിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഇനിയിപ്പോൾ അടുത്ത റിനൈസൻസിൻ്റെ ശരിക്കും ആവർത്തനം തന്നെയാണ്. സർവകലാശാലകളും മാനവികതയും ഒക്കെ റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ളതാണ്. മനസ്സിലാക്കാൻ സ്വല്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പറഞ്ഞു നോക്കാം. ഹ്യൂമനിസം അഥവാ മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ മുഖ്യ സവിശേഷത. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് റിനൈസൻസ് വാസ് ഹ്യൂമനിസം. ദ ഇറ്റാലിയൻ cities and universities played a significant role in the development of humanism. ഇറ്റലിയിലെ നഗരങ്ങളും സർവകലാശാലകളുമൊക്കെ ഹ്യൂമനിസം ഉണ്ടാകാൻ വലിയൊരു പങ്ക് വഹിച്ചതാണ്. ദ ഏർലിയസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ യൂറോപ്പ് ഹാഡ് ബീൻ സെറ്റ് ഇൻ ഇറ്റാലിയൻ ടൗൺസ്. യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകളെല്ലാം ഇറ്റാലിയൻ പട്ടണങ്ങളിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ. ഇൻ 1526 ടർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം തന്നെ ഇൻ്റലിജൻസ് അവരെല്ലാം തന്നെ അവരുടെ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ അഭയം പ്രാപിച്ചു. അവിടെ അവർ സ്കൂളുകളും കോളേജുകളും തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് റിനൈസൻസ് ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇറ്റലിയാണ് ഈ പറഞ്ഞ റിനൈസൻസിൻ്റെ സെൻറ്റർ. ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് പാദുവ ആൻഡ് ബൊളോഗ്ന ഹാഡ് ബീൻ സെൻറ്റേഴ്സ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ഫ്രം ദ 11th century. 11ാം നൂറ്റാണ്ട് തന്നെ ലീഗൽ സ്റ്റഡീസിൻ്റെ, നിയമപഠനത്തിൻ്റെ സെൻറ്ററായിട്ട് പാദുവ, ബൊളോഗ്ന തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ ഒന്നുമില്ല, ലീഗൽ പഠനത്തിനാണോ പ്രാധാന്യം? അപ്പോൾ അന്ന് കച്ചവടത്തിൻ്റെ കാലമാണ്, നഗരങ്ങളുടെ വളർച്ചയുടെ കാലമാണ്. അപ്പോൾ ഈ കൈമാറ്റത്തിൻ്റെ രേഖകൾ, അപ്പോൾ അതിൻ്റെ രസീതുകൾ, ചിറ്റുകൾ, ഇതലുകൾ, അപ്പോൾ ഇവയെല്ലാം എഴുതാനും തയ്യാറാക്കാനും ഒക്കെ ഒരുപാട് ലോയേഴ്സ്, നോട്ടറീസ്, അഡ്വക്കേറ്റ്, ഒരുപാട് പേര് ഒക്കെ വേണം. അപ്പോൾ അതിന് നിയമത്തിൽ പാണ്ഡിത്യമുള്ളവർ വേണം. അതുകൊണ്ടാണ് ഇവയ്ക്ക് പ്രാധാന്യം വന്നത്. അക്കോർഡിംഗ് ടു പെട്രാർക്ക്, ആൻറ്റിക്വിറ്റി വാസ് എ ഡിസ്റ്റിങ്റ്റീവ് സിവിലൈസേഷൻ. പെട്രാർക്കിൻ്റെ അഭിപ്രായത്തിൽ പൗരാണികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം. പെട്രാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമനിസത്തിൻ്റെ തന്നെ ദ ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് കുഡ് ബി ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ത്രൂ ദ ആക്ച്വൽ വേർഡ്സ് ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീക്സ് ആൻഡ് റോമൻസ്. അപ്പോൾ ഇത് അറിയാൻ ഏറ്റവും നല്ല മാർഗം, പൗരാണികമായിട്ടുള്ള അറിവുകൾ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും ആക്ച്വൽ വേർഡ്സ്, യഥാർത്ഥമായ വാക്കുകളടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദിസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദർ വാസ് മച്ച് ടു ബി ലേൺഡ് വിച്ച് റിലീജിയസ് ടീച്ചിങ് എലോൺ കുഡ് നോട്ട് ഗീവ്. അപ്പോൾ ഈ റിലീജിയസ് പ്രോഗ്രാം ഒരു പ്രത്യേകതയുള്ളതാണ്. ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള അറിവുകളെല്ലാം മതപരമായ ചട്ടക്കൂടിൽ നിന്നുള്ള അറിവാണെങ്കിൽ ഇതെല്ലാം അതിൽ നിന്ന് ലഭിക്കത്തില്ല. ദിസ് കൾച്ചർ വാസ് കാൾഡ് ഹ്യൂമനിസം ബൈ ദ ഹിസ്റ്റോറിയൻസ് ഓഫ് ദ 19th century. 19ാം നൂറ്റാണ്ടിൽ മതപരമായ ചുറ്റുപാടുകളിൽ നിന്നല്ലാതെ കിട്ടുന്ന അറിവുകളെയും കൂടെ ചേർത്ത് ഉള്ള ആ സംസ്കാരത്തിന് ഹ്യൂമനിസം എന്നുള്ള വാക്ക് കൊടുത്തു. By the early 15th century, the term humanist was used to describe the masters who taught grammar, rhetoric, poetry, history and moral philosophy. 15ാം നൂറ്റാണ്ടായപ്പോൾ ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നവർ എന്തൊക്കെയാണെന്നറിയാമോ? ഗ്രാമർ, റെട്ടോറിക്,
അപ്പോൾ കാവ്യമീമാംസ, പോയട്രി, ഹിസ്റ്ററി ആൻഡ് മോറൽ ഫിലോസഫി, സദാചാര തത്വചിന്തകളൊക്കെ. ദ ടേം ഹ്യൂമാനിറ്റീസ് വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഹ്യൂമാനിറ്റാസ്. ഹ്യൂമാനിറ്റീസ് എന്നുള്ള വാക്കും ഉണ്ടായി ഹ്യൂമാനിറ്റാസ് എന്നുള്ള വാക്കിൽ നിന്ന്. ദ ടേം ഹ്യൂമാനിറ്റാസ് വാസ് യൂസ്ഡ് മെനി സെഞ്ചുറീസ് എഗോ ബൈ ദ റോമൻ ലോയർ ആൻഡ് എസൈസ്റ്റ് സിസറോ. ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ റോമിലെ നിയമവിദഗ്ധനും എസൈസ്റ്റുമായ സിസറോ ഹ്യൂമാനിറ്റാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. എ കോണ്ടംപററി ഓഫ് ജൂലിയസ് സീസറിൻ്റെ സമകാലീനായിരുന്ന സിസറോ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഈ വാക്കിന് സംസ്കാരം എന്നുള്ള വാക്കിന് പകരമാണ് ഉപയോഗിച്ചത് എന്നുള്ളതേ ഉള്ളൂ, കൾച്ചർ എന്നുള്ള വാക്കിന് പകരം. ഇൻ ഷോർട്ട്, ഹ്യൂമനിസം വാസ് എ പ്രോഗ്രാം ഓഫ് സ്റ്റഡീസ്, ദ സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിസം അപ്പോൾ ഒരു പദ്ധതിയാണ്, ഹ്യൂമാനിറ്റീസ് മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇറ്റ് ഇൻക്ലൂഡ് ദ സബ്ജക്ട്സ് ലൈക്ക് ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഫിലോസഫി എക്സെട്ര. ഇത് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഫിലോസഫി, തത്വചിന്ത ഇവയെക്കുറിച്ചെല്ലാം ഉള്ള പഠനം ഹ്യൂമാനിറ്റീസ് ആയിട്ട് വരും. അറ്റ് ദ സെയിം ടൈം ഹ്യൂമാനിസം അപ്ഹെൽഡ് ഇൻഡിവിജ്വലിസം. വ്യക്തിയെ ഉയർത്തിപ്പിടിച്ചുള്ള ഒരു പ്രസ്ഥാനമാണ് ഇൻഡിവിജ്വലിസം. വ്യക്തിത്വം എന്ന് പറയാൻ പറ്റുമോ? വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുള്ള, എല്ലാം ദൈവത്തിനാൽ അങ്ങ് നടത്തപ്പെടുന്നതല്ല, മാനവികങ്ങളായ കാര്യങ്ങൾക്കുള്ള അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നതാണ് ഹ്യൂമനിസം. ദീസ് revolutionary ideas attracted many other universities, particularly the University of Florence. ഈ ഐഡിയ വേറെ പല യൂണിവേഴ്സിറ്റികളെ അങ്ങോട്ട് സ്വാധീനിക്കാൻ തുടങ്ങി, പ്രധാനമായിട്ടും ഫ്ലോറൻസിലെ യൂണിവേഴ്സിറ്റിയൊക്കെ. അതുവരെ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്ന ഫ്ലോറൻസ്, ഈ യൂണിവേഴ്സിറ്റിയും വളരെ പ്രശസ്തരായ ദാന്തെ അലിഗിരി, ഗിയോട്ടോ തുടങ്ങിയവരെയൊക്കെ കാരണം വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന ഫ്ലോറൻസ്, ഈ ഒരു യൂണിവേഴ്സിറ്റി കാരണം ഉയർച്ചയിലോട്ട് വന്ന ഫ്ലോറൻസ്, അവരെയൊക്കെ ഈ റെവല്യൂഷണറി ഐഡിയാസ്, ഈ വിപ്ലവകരമായ ചിന്തകൾ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഹ്യൂമാനിസം. അപ്പോൾ നമുക്കിന്നത്തെ ക്ലാസ് ഇതോടുകൂടി പറഞ്ഞു തീർക്കാം. ഹ്യൂമാനിസം ഒന്ന് ഉറപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ